കണിയൊരുക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതികളിലാണ് പിന്തുടരുന്നത്. കണിവയ്ക്കാൻ ആവശ്യമായ സാമഗ്രികളുടെ കാര്യത്തിലും നാടുകൾ തോറും ദേശപരമായ വ്യത്യസ്തതയുണ്ട്. ഉണ്ണിയപ്പവും അടയും വടക്കേ മലബാറുകാരുടെ വിഷുക്കണിയുടെ ഒരു പ്രധാന ഘടകമാണ്. വടക്കേ മലബാറിൽ ഓണത്തിൻ്റെ അതേ പ്രാധാന്യമാണ് വിഷുവിനും കൽപ്പിച്ചു പോന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായുള്ള ഓട്ടുരുളിയും കണിവയ്ക്കാനുള്ള ധാന്യങ്ങളും പച്ചക്കറിയുമൊക്കെ പ്രധാനം തന്നെ. ഒപ്പം തന്നെ ഇഷ്ടഭക്ഷണങ്ങളും കണിയുടെ ഭാഗമാകുന്നുവെന്ന അപൂർവത മലബാറിലുണ്ട്. മൺകലത്തിൽ ഉണ്ണിയപ്പമോ അടയോ ഒരുക്കി വയ്ക്കും. ചിലയിടങ്ങളിൽ ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ട പാൽപ്പായസം നൽകും. സമൃദ്ധി കണി കണ്ടുണർന്നാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിലനിൽക്കുമെന്ന വിശ്വാസത്തിലാണ് മലയാളികൾ വിഷുക്കണി ഒരുക്കുന്നത്. കാർഷിക വിളകൾ, വസ്ത്രം, ഭക്ഷണം, വിദ്യ, സമ്പാദ്യം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ദ്രവ്യങ്ങൾ വിഷുക്കണിയിൽ വേണം. വിളവെടുത്ത പച്ചക്കറികൾ, പ്രത്യേകിച്ച് കണിവെള്ളരി, ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള തേങ്ങ, മാങ്ങ, ചക്ക, കദളിപ്പഴം അല്ലെങ്കിൽ പൂവമ്പഴം, കൊയ്ത്തുകഴിഞ്ഞ് ശേഖരിച്ച നെല്ല്, കണിക്കൊന്നപ്പൂവ്, നവധാന്യങ്ങൾ എന്നിവയൊക്കെ പ്രകൃതിയിൽ നിന്ന് വിളയിച്ചെടുക്കുന്ന വിഭവങ്ങളുടെ പ്രതീകമായാണ് വിഷുക്കണിയിൽ ഇടം പിടിക്കുന്നത്. ഗ്രന്ഥം, നാണയങ്ങൾ, കോടിമുണ്ട്, സ്വർണം എന്നിവയും മനുഷ്യർ ആർജിച്ചെടുക്കുന്ന വിവിധങ്ങളായ സമ്പത്തിൻ്റെ പ്രതീകങ്ങളാണ്. നിർബന്ധമായും വിഷുക്കണിയുടെ ഭാഗമാകേണ്ട ഇവയ്ക്കൊപ്പം വാൽക്കണ്ണാടി, വെള്ളം, നിലവിളക്ക്, ഓട്ടുരുളി, ഊട്ടുകിണ്ടി, ശ്രീകൃഷ്ണ വിഗ്രഹം എന്നിവയും മലബാറുകാർ കണിത്താരത്തിൽ വയ്ക്കുന്നു. ഉണ്ണിയപ്പവും അടയുമില്ലാത്ത വിഷുക്കണി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു വടക്കേ മലബാറുകാർക്ക്. എന്നാൽ ഇന്ന് ഈ പതിവ് പതുക്കെ മായുകയാണ്. വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് വിഷുക്കണി വയ്ക്കാൻ അപ്പം തയ്യാറാക്കുന്ന പതിവ് ഇക്കാലത്തും തുടരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.